जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्त वृंद। श्री चैतन्य महाप्रभु की जय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। नमो ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन्निति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादि पाश्चात्यदेशतारिणे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्य ईश्वरम्। हरिः ॐ तत्सत्। कथाञ्जनस्मृते यस्मिन् दुष्करं सुकरं भवेत् विस्मृते विपरीतं स्यात् श्रीचैतन्यं मां। ഹരേ കൃഷ്ണ. സോ നമ്മളിപ്പോ ചൈതന്യ ചരിതാമൃതത്തില് നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം ശ്രീ അദ്വൈത ആചാര്യന്റെ മാഹാത്മ്യം എന്ന ഭാഗമാണ്, എന്ന അധ്യായം, 6-ാമത്തെ അധ്യായമാണ്. ആദിലീലയില് 6-ാമത്തെ അധ്യായമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ ലീലകളെ കുറിച്ച്, മാഹാത്മ്യത്തിനെ കുറിച്ച് ഉള്ള വിശേഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. സോ ഈ അധ്യായത്തിൽ നമ്മൾ 15 ശ്ലോകങ്ങൾ ഓൾറെഡി കഴിഞ്ഞു. 15 ശ്ലോകങ്ങളിൽ കണ്ടത് അദ്വൈതാചാര്യനെ കുറിച്ച് ചെറിയ ഒരു വിവരണം അവിടെ ആരംഭിക്കുകയുണ്ടായി. അപ്പൊ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പം അദ്വൈതാചാര്യന്റെ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശേഷണങ്ങൾ ഈ 16-ാമത് മുതൽ ശ്ലോകങ്ങളിൽ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ആരാണ് അദ്വൈതാചാര്യൻ എന്നും അദ്വൈതാചാര്യന്റെ മഹത്വം എന്നും നമുക്ക് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇനിയുള്ള ശ്ലോകങ്ങൾ നോക്കുമ്പോൾ. അദ്വൈത എന്ന പേര് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ തോന്നുന്നത്, നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ദ്വൈതമല്ലാത്തത്, അല്ലെങ്കിൽ ഇംപേഴ്സണലിസം, അല്ലെങ്കിൽ അദ്വൈത സിദ്ധാന്തം, ഇത് രണ്ട് എന്നൊന്നില്ലാത്ത ഒന്ന് എന്നുള്ള ഒരു തത്വമാണ് അദ്വൈത എന്ന നാമധേയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന അതാണ്. എന്നാൽ ഇനിയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇതിന് ആചാര്യന് അദ്വൈത എന്ന പേര് വന്നത്, അദ്വൈത എന്നതിന് അർത്ഥം എന്താണ്. ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വരും ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് തുടങ്ങാം. ഹരേ കൃഷ്ണ. പ്രഭു കഴിഞ്ഞ ആഴ്ചയിൽ ചണ്ഡീദാസിനെ കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. ഈ ആഴ്ച ഓർമ്മിപ്പിച്ചാൽ പ്രഭുവിന് സമയം ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. ഓർമ്മിപ്പിച്ചത് മാത്രം പ്രഭു. നോക്കാം, നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം മതി. ഓക്കെ, ഹരേ കൃഷ്ണ. നോക്കാം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പോ നമുക്കിത് ഇപ്പം 16-ാമത്തെ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 6 ശ്ലോകം 16 മുതൽ നമുക്ക് നോക്കാം. आपने पुरुष विश्वेर निमित्त कारण अद्वैत रूपे उपादाന ഹന നാരായണ. സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ഭൗതിക ലോകത്തിന്റെ നിമിത്ത കാരണവും നാരായണൻ ശ്രീ അദ്വൈതന്റെ രൂപത്തിൽ ഉപാദാന കാരണവുമാണ്. ഭഗവാൻ വിഷ്ണുവിന്റെ 2 കാരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത്? ഭൗതിക ലോകത്തിൽ നിമിത്ത കാരണവും നാരായണൻ ശ്രീ അദ്വൈതന്റെ രൂപത്തിൽ ഉപാദാന കാരണവുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നിമിത്താംശേകാരേ താൻ ഹോ മായാ തേ ഈക്ഷണ ഉപാദാന അദ്വൈതകാരേണ ബ്രഹ്മാണ്ഡ സൃജന. എന്താണ് ഈ നിമിത്താംശം, അല്ലെങ്കിൽ നിമിത്താംശം എന്നും ഉപാദാന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. വിഷ്ണു ഭഗവാൻ നിമിത്ത കാരണം എന്ന തന്നുടെ ഭാവത്തിൽ ഭൗതിക ശക്തിക്കുമേൽ കടാക്ഷിക്കുകയും ശ്രീ അദ്വൈതൻ ഉപാദാന കാരണം എന്ന നിലയിൽ ഭൗതിക ലോകത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഭൗതിക ലോകത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതിന്റെ എന്താണ് അർത്ഥമെന്ന് നമുക്ക് പുറകെയുള്ള ശ്ലോകങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കും. യദ്യപി സാഖ്യമാനെ പ്രധാന കാരണ ജഡഹായി ഹേ ജഗത് ശ്രീജന. സാഖ്യ തത്വശാസ്ത്രം ഭൗതിക മൂലകങ്ങളെയാണ് കാരണമായി സ്വീകരിക്കുന്നതെങ്കിലും ലോകത്തിന്റെ സൃഷ്ടി ഒരിക്കലും ജഡപദാർത്ഥത്തിൽ നിന്നുണ്ടാകുന്നില്ല. സാഖ്യ തത്വശാസ്ത്രം ഭൗതിക മൂലകങ്ങളെയാണ് കാരണമായി സ്വീകരിക്കുന്നത്. സാഖ്യശാസ്ത്രം എന്ന് പറയുന്നത്
ഭൗതിക പ്രകൃതിയുടെ 24 ഘടകങ്ങളെ കുറിച്ചുള്ള വിസ്താരമായ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് സാഖ്യശാസ്ത്രം എന്ന് പറയുന്നത്. ലോകത്തിന്റെ സൃഷ്ടി ഒരിക്കലും ജഡപദാർത്ഥത്തിൽ നിന്നുണ്ടാകുന്നില്ല എന്ന് പറയുന്നു. നിജ സൃഷ്ടി ശക്തി പ്രഭു സഞ്ചാരേ പ്രധാനേ ഈശ്വരേര. ഹരേ കൃഷ്ണ. ഈശ്വരേര ശക്തിയേത ബേഹായേത നിർമ്മാണേ. ഭഗവാൻ ജഡപദാർത്ഥങ്ങളിൽ സ്വന്തം സൃഷ്ടിശക്തി ആവാഹിക്കുന്നു, പിന്നീട് ഭഗവത് ശക്തിയാൽ സൃഷ്ടി പ്രക്രിയ നടക്കുന്നു. എന്താണ് പറയുന്നത്? അദ്വൈതാചാര്യൻ ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഭഗവാൻ ജഡപദാർത്ഥങ്ങളിൽ സ്വന്തം സൃഷ്ടിശക്തി ആവാഹിക്കുന്നു, പിന്നീട് ഭഗവത് ശക്തിയാൽ സൃഷ്ടി പ്രക്രിയ നടക്കുന്നു. അപ്പൊ അതാണ് മുമ്പ് പറഞ്ഞ 2 നിമിത്താംശ ഉപദയന എന്നുള്ളതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. അദ്വൈത രൂപേകാര്യ ശക്തി സഞ്ചാരണ അത ഏവ അദ്വൈത ഹയേന മുഖ്യ കാരണ. 2 കാര്യങ്ങൾ ഭഗവാൻ നിമിത്താംശം ചെയ്യുന്നു, അദ്വൈതാചാര്യൻ ഉപാദാനം ചെയ്തു. അപ്പൊ അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞു, മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാൻ ജഡപദാർത്ഥങ്ങളിൽ സ്വന്തം സൃഷ്ടിശക്തി ആവാഹിക്കുന്നു, പിന്നീട് ഭഗവത് ശക്തിയാൽ സൃഷ്ടി പ്രക്രിയ നടക്കുന്നു. അദ്വൈതാചാര്യൻ എന്ത് ചെയ്യുന്നു? അദ്വൈത രൂപേ കരേ ശക്തി സഞ്ചാരണ അത ഏവ അദ്വൈത ഹയേന മുഖ്യ കാരണ. അദ്വൈതാചാര്യന്റെ രൂപത്തിൽ അവിടുന്ന് ജഡപദാർത്ഥങ്ങളിൽ സൃഷ്ടിശക്തി ആവാഹിക്കുന്നു, അതിനാൽ അദ്വൈതനാണ് സൃഷ്ടിയുടെ മൂലഹേതു. ശ്രീ അദ്വൈത ആചാര്യ കോടി ബ്രഹ്മാണ്ടേര കർത്ത ആര ഏക മൂർത്തിയെ ബ്രഹ്മാണ്ടേര ഭർത്ത. ശ്രീ അദ്വൈതാചാര്യൻ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടാവാണ്. അവിടുന്ന് തന്റെ വിസ്താരണങ്ങളാൽ ഗർഭോദകശായി വിഷ്ണു പോലുള്ള ഓരോ ബ്രഹ്മാണ്ടത്തെയും പരിപാലിക്കുകയും ചെയ്യുന്നു. നാരായണേര മുഖ്യ അംഗ അദ്വൈത അംഗ ശബ്ദേ അംശകരി കാഹേ ഭാഗവത. ശ്രീ അദ്വൈതനാണ് നാരായണന്റെ മുഖ്യ അംഗം എന്നതിനർത്ഥം സമഗ്രാംശം എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു. അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമഗ്ര അംശം എന്നാണ് ശ്രീമദ് ഭാഗവതം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് പറയുന്നത്. അപ്പം ഇനിയാളത്തെ ശ്രീമദ് ഭാഗവത്തിലെ 10ാമത്തെ സ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ശ്ലോകം പറയുകയാണ്. നാരായണസ്ത്വം നഹി സർവദേഹിനാം ആത്മാ സ്വധീശാഖില ലോകസാക്ഷി നാരായണോംഗം നരഭുഞ്ച ലായനാത് തച്ചാപി സത്യം ന തവൈവ മായ. അല്ലയോ ദേവാധിദേവ, അങ്ങ് എല്ലാ സൃഷ്ടികളുടെയും സാക്ഷിയാണ്. അങ്ങ് തീർച്ചയായും എല്ലാവരുടെയും പരമപ്രിയനായ അന്തരാത്മാവാണ്. അപ്പോൾ അങ്ങ് എൻ്റെ പിതാവായ നാരായണനല്ലേ? നാരായണൻ എന്നാൽ നരനിൽ ഗർഭോദകശായി വിഷ്ണു എന്ന് നിന്ന് ഉത്ഭവിച്ച ജലത്തിൽ അയനം കൊള്ളുന്നവൻ എന്നാകുന്നു. ആ നാരായണൻ അങ്ങയുടെ സമഗ്ര ഭാവമാണ്. അങ്ങയുടെ സമഗ്രാംശങ്ങളെല്ലാം തന്നെ അതീന്ദ്രിയമാണ്. ആ നിരപേക്ഷ പൂർണ്ണാംശങ്ങൾ മായയുടെ സൃഷ്ടികളല്ല. നാരായണൻ എന്ന വാക്കിന് അർത്ഥം പറയുകയാണ്. നാരായണൻ എന്ന് പറഞ്ഞാൽ നരൻ എന്ന് പറഞ്ഞാൽ ഗർഭോദകശായി നരനിൽ നിന്ന് ഉദ്ഭവിച്ച, ഗർഭോദകശായിൽ നിന്ന് വിഷ്ണുവിൽ നിന്ന് ഉത്ഭവിച്ച അയനം കൊള്ളുന്നവൻ, ജലത്തിൽ അയനം കൊള്ളുന്നവൻ എന്നാണ് ഇവിടെ അർത്ഥം പറയുന്നത്. ആ നാരായണൻ അങ്ങയുടെ സമഗ്രഭാവമാണ്. അങ്ങയുടെ സമഗ്രാംശങ്ങളെല്ലാം തന്നെ അതീന്ദ്രിയമാണ്. ആ നിരപേക്ഷ പൂർണ്ണാംശങ്ങൾ മായയുടെ സൃഷ്ടികളല്ല. ഈ ശ്ലോകം ശ്രീമദ് ഭാഗവത്തില് 10, 14, 14 നിന്നുള്ളതാണ് എന്ന് ഇവിടെ ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് പറയുന്നു. 24ാമത്തെ ശ്ലോകം. ഈശ്വരേര അംഗ അംശ ചിദാനന്ദമയ മായാരസംബന്ധ നാഹി ഈ ശ്ലോകേ കായ. ഭഗവാന്റെ അംഗങ്ങളും സമഗ്രാംശങ്ങളും എല്ലാം ആധ്യാത്മികമാണെന്ന് ഈ ശ്ലോകം വിവരിക്കുന്നു. അവർക്ക് മായാശക്തിയുമായി യാതൊരു ബന്ധവുമില്ല. അംശനാകഹീയ അംഗ അംശ ഹൈതേ അംഗ യാതേ ഹായ അന്തരംഗ. എന്തുകൊണ്ടാണ് അദ്വൈതനെ അംശം എന്നല്ലാതെ അംഗം എന്ന് വിളിക്കുന്നത്? കാരണം അംഗം എന്നത് കൂടുതൽ അടുപ്പം സൂചിപ്പിക്കുന്നു. അപ്പൊ ഭഗവാനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളായതുകൊണ്ടാണ് അംശ എന്ന് പറയാതെ അംഗം എന്ന് പറയുന്നത്. വിഷ്ണുര അംശ അദ്വൈത ഗുണധാമ ഈശ്വരേ അഭേദ തേനി അദ്വൈത പൂർണ്ണനാമ. സദ്ഗുണ സംഭരണിയായ ശ്രീ അദ്വൈതൻ മഹാവിഷ്ണുവിന്റെ മുഖ്യ അംഗമാണ്. അവിടുത്തെ പൂർണ്ണനാമം അദ്വൈതൻ എന്നാണ്. എന്തെന്നാൽ
അവിടുന്ന് എല്ലാ പ്രകാരത്തിലും ഈശ്വരനിൽ നിന്ന് അദ്വിതീയനാണ്. പൂർവേ ഐച്ഛ കൈല സർവ വിശ്വേര സൃജന അവതാരി കൈല ഏബേ ഭക്തി പ്രവർത്തന. മുൻപ് അവിടുന്ന് സർവപ്രപഞ്ചങ്ങളും സൃഷ്ടിച്ചതുപോലെ ഇപ്പോൾ അവിടുന്ന് ഭക്തിമാർഗം അവതരിപ്പിക്കാനായി ആവിർഭവിച്ചു. അപ്പം ഇതിന്റെ ആദ്യം ശ്ലോകങ്ങളിൽ നമ്മളിപ്പം 16-17 ശ്ലോകങ്ങൾ വായിച്ചപ്പോൾ പറഞ്ഞു ഭഗവാൻ അല്ലെങ്കിൽ അദ്വൈതാചാര്യൻ എൻ്റെ സൃഷ്ടി ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ജനഹൃദയങ്ങളിൽ ഭക്തിയുടെ സൃഷ്ടിയാണ്. ഭക്തിയാണ് അദ്ദേഹം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ മുൻപ് സർവപ്രപഞ്ചങ്ങളും സൃഷ്ടിച്ചതുപോലെ ഇപ്പോൾ അവിടുന്ന് ഭക്തിമാർഗം അവതരിപ്പിക്കുന്നതിനായി ആവിർഭവിച്ചു. അപ്പൊ അദ്വൈതാചാര്യൻ എന്ന ഭാവത്തില് ഭഗവാൻ വിഷ്ണു വന്നിട്ട് എല്ലാവരുടെയും ഹൃദയത്തില് ഭക്തി മാർഗം ചെയ്യുകയാണ്, ഭക്തിമാർഗം സൃഷ്ടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ജീവനാസ്താരീല കൃഷ്ണ ഭക്തികാരി ദാന ഗീതാ ഭാഗവത്തെ കൈല ഭക്തിര വ്യാഖ്യാന. ജീവന്മാർക്കെല്ലാം കൃഷ്ണഭക്തി നൽകി അവിടുന്ന് അവരെ മോചിപ്പിച്ചു. അവിടുന്ന് ഭക്തിയുടെ വെളിച്ചത്തിൽ ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും വിവരിച്ചു. ശില പ്രഭുപാദരുടെ ഭാവാർത്ഥം: ശ്രീ അദ്വൈത പ്രഭു വിഷ്ണുവിന്റെ അവതാരമാണെങ്കിലും ബദ്ധാത്മാക്കളുടെ ക്ഷേമത്തിനു വേണ്ടി ഭഗവാന്റെ ഒരു സേവകനായി സ്വയം അവതരിക്കുകയും തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു നിത്യസേവകനായി നിലകൊള്ളുകയും ചെയ്തു. അതുപോലെ ചൈതന്യനും നിത്യാനന്ദനും സ്വയം വിഷ്ണു വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവരും ഇതേ തത്വം പ്രകടമാക്കി. ശ്രീ ചൈതന്യനും നിത്യാനന്ദനും അദ്വൈത പ്രഭുവും അവരുടെ സർവശക്തമായ വിഷ്ണു രൂപങ്ങളിൽ തന്നെ പ്രത്യക്ഷരായിരുന്നെങ്കിൽ ജനങ്ങൾ ഈ യുഗത്തിൽ വശീകരണത്തിന് കീഴിൽ പൂർവാധികം തീവ്രതയോടെ അവ്യക്തിഗതവാദികളും അദ്വൈതികളും അഹംഗ്രഹോപാസകരുമായി തീർന്നേനെ. അതുകൊണ്ട് ഭക്തിയുടെ അതീന്ദ്രിയ തലത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് ബദ്ധാത്മാക്കളെ ഉപദേശിക്കുന്നതിനായി പരമപുരുഷനായ ഭഗവാനും അവിടുന്നിന്റെ രൂപങ്ങളും അവതാരങ്ങളും ഭക്തരൂപങ്ങളിൽ കൊണ്ടു. അദ്വൈതാചാര്യൻ ബദ്ധാത്മാക്കളെ ഭക്തിയുത സേവനം പഠിപ്പിക്കുന്നതിന് പ്രത്യേകം താല്പര്യപ്പെട്ടു. ആചാര്യൻ എന്ന വാക്കിന്റെ അർത്ഥം അധ്യാപകൻ എന്നാണ്. അത്തരം ഒരു അധ്യാപകന്റെ സവിശേഷാൽ ധർമ്മം ജനങ്ങളെ കൃഷ്ണാവബോധമുള്ളവരാക്കുകയാണ്. അദ്വൈതാചാര്യന്റെ കാൽച്ചുവടുകൾ പിന്തുടരുന്ന സത്യസന്ധനായ ഒരാധ്യാത്മിക ഗുരുവിന് ലോകം മുഴുവൻ കൃഷ്ണാവബോധങ്ങൾ പ്രചരിപ്പിക്കുകയല്ലാതെ മറ്റൊരു ഇടപാടുമില്ല. പരമോന്നതന്റെ ഒരു സേവകനായി സ്വയം അവതരിപ്പിക്കുകയാണ് ഒരു ആചാര്യന്റെ യഥാർത്ഥ യോഗ്യത. അത്തരമൊരു സത്യസന്ധനായ ആചാര്യന് സ്വയം ഈശ്വരനായി അവതരിപ്പിക്കുന്ന നിരീശ്വരവാദികളുടെ ആസുരീയ കർമ്മങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയില്ല. നിഷ്കളങ്കരായ ജനങ്ങളുടെ മുന്നിൽ ദൈവമായി ചമയുന്ന അത്തരം കപടവേഷധാരികളെ വെല്ലുവിളിക്കുക എന്നത് ഒരാചാര്യന്റെ മുഖ്യ കർത്തവ്യമാണ്. ഇവിടെ ശ്രീ പ്രഭുപാദ് ഇവിടെ പറയുന്ന ഈ താല്പര്യത്തിൽ തന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നത്, ശ്രീ അദ്വൈതാചാര്യൻ ആചാര്യൻ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം എന്താണ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആചാര്യൻ എന്ന് വിളിക്കുന്നത്? ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീ പ്രഭുപാദ് പറയുന്ന അർത്ഥം അധ്യാപകനാണ്. അപ്പൊ സത്യസന്ധനായ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗുരു എന്ന ആചാര്യൻ എന്ന പദത്തിന് നമുക്ക് എല്ലാവർക്കും അർത്ഥം അറിയാം. ആചരിക്കുന്നവനാരോ അവനാണ് ആചാര്യൻ. അപ്പൊ സ്വയം ആചരിക്കാതെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതാണ് ഒരു ആചാര്യൻ എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ശ്രീ അദ്വൈതാചാര്യൻ അങ്ങനെ സ്വയം ആചരിച്ച് ലോക നന്മയ്ക്ക് വേണ്ടി ലോകത്തിലുള്ളവർക്ക് വേണ്ടി ഭഗവത് ഭക്തി പറഞ്ഞു കൊടുത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ക്ലാസ്സിൽ തന്നെയാണെന്ന് തോന്നുന്നു. അതായത് അദ്വൈതാചാര്യന്റെ ശിഷ്യനായിരുന്നു രഘുനാഥ ദാസ ഗോസ്വാമിയുടെ വീട്ടിലെ ആചാര്യൻ. അതായത് അദ്ദേഹത്തിന്റെ ഗുരുവും അദ്ദേഹത്തിന്റെ വീട്ടിൽ പൂജാതി കർമ്മങ്ങൾ നടത്തിയിരുന്ന വ്യക്തി. അതായത് ബലദേവ് അങ്ങനെ എന്തുവാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്. 2 പേരുണ്ട്. അതിലൊരാൾ അദ്വൈതാചാര്യന്റെ ശിഷ്യനായിരുന്നു. അദ്വൈതാചാര്യന്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കണമെങ്കിൽ എല്ലാവരും എല്ലാ ദിവസവും അദ്വൈതാചാര്യന്റെ ആശ്രമത്തിൽ വീട്ടിൽ ചെന്ന് അവിടെ ഇരിക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തൂണ് വെച്ചിട്ടുണ്ട്.
ആ തൂണില് അവരുടെ ശിഖ വെച്ച് കെട്ടിവെക്കും. ആ തൂണയില് ശിഖ വെച്ച് കെട്ടിവെക്കും. കെട്ടിവെച്ചതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് 64 മാല ജപിക്കുന്ന എന്ന അവൻ 64 മാല ജപിച്ചതിന് ശേഷം അവിടുന്ന് എഴുന്നേൽക്കുക. അതാണ് അവിടുത്തെ നിയമം. എങ്കിൽ മാത്രമേ അവിടുന്ന് ദീക്ഷ ലഭിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ആണ് അദ്വൈതാചാര്യൻ ദീക്ഷ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോ നമ്മളൊക്കെ 16 മാല തന്നെ പല സമയങ്ങളിലായിട്ടൊക്കെ ജപിക്കുകയാണ്. ഒരിടത്ത് ഇരുന്നു കൊണ്ട് 16 മാല ജപിക്കുന്നതന്നെ വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സാധ്യമായ കാര്യമല്ല. പക്ഷെ അദ്വൈതാചാര്യന്റെ ശിഷ്യത്വം സ്വീകരിക്കണമെങ്കിൽ, അദ്വൈതാചാര്യന്റെ ശിഷ്യൻ ആകണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഇരുന്നു കൊണ്ട് തന്റെ ശിഖ കൊണ്ട് ശിഖയെ ആ തൂണിൽ പിടിച്ച് കെട്ടിവെച്ചതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് 64 മാല ജപിക്കണം. എല്ലാ ദിവസവും 8 മണിക്കൂർ ആയിരുന്നു. അപ്പൊ അത്രയ്ക്ക് കഠിനമായ വ്രതം അനുഷ്ഠിച്ചിരുന്ന, അല്ലെങ്കിൽ അതുപോലെ സാധന ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് അദ്വൈതാചാര്യൻ. അപ്പൊ അദ്വൈതാചാര്യന്റെ ക്ഷമിക്കുക, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ക്ഷമിക്കുക, ഒരു ഫോൺ കോൾ വന്നു. അപ്പൊ അങ്ങനെ അദ്വൈതാചാര്യൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുകയും അദ്ദേഹത്തിന് ശിഷ്യന്മാരോടും അതേപോലെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കണം, സാധന പാലിക്കണം എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വമാണ് ശ്രീ അദ്വൈതാചാര്യൻ. അപ്പൊ അവിടുന്ന് ഭക്തിയോടെ അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ജീവന്മാർക്കെല്ലാം കൃഷ്ണഭക്തി നൽകി അവിടുന്ന് അവരെ മോചിപ്പിച്ചു. അവിടുന്ന് ഭക്തിയുടെ വെളിച്ചത്തിൽ ഭഗവത്ഗീതയും ഭാഗവതവും വിവരിക്കുകയും ചെയ്തു. പക്ഷെ ചൈതന്യ മഹാപ്രഭു ചെയ്തത് ഭക്തി പ്രചരിപ്പിക്കുക മാത്രമല്ല, ഭഗവത്ഗീതയ്ക്കും ഭാഗവത്തിനും അതിനുള്ള പ്രചാരം ചെയ്യുകയും ചെയ്തു. അതിനുള്ള വിവർത്തനവും നൽകി, അതിനുള്ള വിവരണവും അതിനെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തു. ഭക്തന്മാർക്കെല്ലാം വേണ്ടി വിവരിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ശ്രീ അദ്വൈതാചാര്യൻ. ഇവിടെ പറഞ്ഞ ശ്രീ പ്രഭുപാദ് പറയുന്നുണ്ട്, ശ്രീ ചൈതന്യനും നിത്യാനന്ദനും അദ്വൈത പ്രഭുവും അവരുടെ സർവശക്തമായ വിഷ്ണു രൂപങ്ങളിൽ തന്നെ പ്രത്യക്ഷനായിരുന്നെങ്കിൽ ജനങ്ങൾ ഈ യുഗത്തിൽ വശീകരണത്തിന് കീഴിൽ പൂർവാധികം തീവ്രതയോടെ അവ്യക്തിഗതവാദികളും അദ്വൈതികളും ഉപാസകരുമായി തീർന്നേനെ. ഇവിടെ ഇതിന് എക്സ്പ്ലനേഷൻ താഴെ പറയുന്നുണ്ട്. ഞാൻ തന്നെയാണ് ഭഗവാൻ എന്ന അബദ്ധ ചിന്താഗതി കലിയുഗത്തിന്റെ വശീകരണത്തിന്റെ ലക്ഷണമാണ്. ജനങ്ങളുടെ ഈ തെറ്റിദ്ധാരണയ്ക്ക് മറുപടിയായി സാക്ഷാൽ ഭഗവാൻ തന്നെയായ ശ്രീ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും അദ്വൈത പ്രഭുവും തങ്ങളുടെ ഭഗവത് രൂപത്തിൽ പ്രദർശിപ്പിക്കാതെ ഭക്തരൂപങ്ങളിൽ ലീലകൾ അവതരിപ്പിച്ചു. എന്തുകൊണ്ടാണ് കാരണം പറഞ്ഞത്? ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ധാരാളം എന്താണ് പറയാ, വ്യക്തി ദൈവങ്ങൾ ഉള്ള ഒരു സമയമാണ്. നമുക്ക് ഒരു പഞ്ഞവും ഇല്ല വ്യക്തി ദൈവങ്ങൾക്ക്. അതായത് ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ധാരാളം ആൾക്കാർ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇൻ കേസ് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും അദ്വൈതാചാര്യം സ്വയം പറയുകയാണ് ഞാൻ ഭഗവാനാണ് എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിലാണ് പ്രചരിപ്പിച്ചിരുന്നത് എങ്കിൽ ഇതിനെല്ലാം കലിയുഗത്തിൽ വീണ്ടും ഒരു ഇഫക്റ്റ് മാറിയേനെ. അതായത് ധാരാളം വീണ്ടും ആൾക്കാർ അതേപോലെ ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നേനെ. അതുകൊണ്ട് ആണ് അദ്വൈതാചാര്യനും ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും ഇവരെല്ലാവരും ഓരോ ഭക്തന്മാരുടെ രൂപത്തിൽ അവതരിച്ചത് എന്ന് ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ശ്രീല പ്രഭുപാദിന്റെ പർപ്പോട്ടില് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭക്തി ഉപദേശ വേണു താൻഡ്ര നഹി കാര്യ ആത ഏവ നാമ ഹൈല അദ്വൈത ആചാര്യ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് അദ്വൈതാചാര്യന്റെ പേരിന്റെ അർത്ഥം എന്താണ്, എന്തുകൊണ്ടാണ് അദ്വൈത എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അവിടുന്ന് ഭക്തിയുത സേവനം പഠിപ്പിക്കുകയല്ലാതെ മറ്റൊരു കർത്തവ്യവും ഇല്ലാത്തതിനാൽ അവിടുന്ന് പേര് അദ്വൈത ആചാര്യൻ എന്നാണ്. ഇനി ആ പേരിനെ കുറിച്ചുള്ള ഫർദർ എക്സ്പ്ലനേഷൻസ് വരികയാണ്, നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇവിടെ ഒരു റീസൺ പറയുക എന്താണ് അവിടുന്ന് ഭക്തിയുത സേവനം പഠിപ്പിക്കുകയല്ലാതെ മറ്റൊരു കർത്തവ്യം ഇല്ലാത്തതിനാൽ അവിടുന്ന് പേര് അദ്വൈത ആചാര്യൻ എന്നാണെന്ന് പറയുന്നത്.
വൈഷ്ണവേര ഗുരു തേൻ ഹോ ജഗതേര ആര്യ ദുയി നാമ മിലനേ ഹൈല അദ്വൈത ആചാര്യ. ഇവിടെ അടുത്തൊരു എക്സ്പ്ലനേഷൻ പറയാണ്. അവിടുന്ന് എല്ലാ ഭക്തന്മാരുടെയും ആധ്യാത്മിക ഗുരുവും ജഗത്തിലെ ഏറ്റവും ആദരണീയനായ വ്യക്തിയുമാണ്. ഈ രണ്ട് നാമങ്ങളുടെ സംയോജത്താൽ അവിടുത്തെ നാമം അദ്വൈതാചാര്യൻ എന്നായി. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിനെ അദ്വൈത എന്ന് വിളിക്കുന്നു എന്ന് ഇവിടെ പറയുകയാണ്. എന്നൂടെ പറയാം, അവിടുന്ന് എല്ലാ ഭക്തന്മാരുടെയും ആധ്യാത്മിക ഗുരുവും ജഗത്തിലെ ഏറ്റവും ആദരണീയനായ വ്യക്തിയുമാണ്. ഈ രണ്ട് നാമങ്ങളുടെ സംയോജത്താൽ, അതായത് ആദ്യം പറയുന്നത് എന്താണ്? രണ്ട് കാര്യങ്ങൾ. അദ്ദേഹം ആധ്യാത്മിക ഗുരു, പിന്നെ എന്താണ്? ആദരണീയനായ വ്യക്തി. അതുകൊണ്ടാണ് അദ്വൈത ആചാര്യൻ എന്ന് പറയുന്നത്. ശ്രീല പ്രഭുപാദിന്റെ ഭാവാർത്ഥം: ശ്രീ അദ്വൈത ആചാര്യൻ എല്ലാ വൈഷ്ണവരുടെയും മുഖ്യ ആധ്യാത്മിക ഗുരുവാണ്. വൈഷ്ണവരാൽ ആരാധന അർഹരുമാണ്. വൈഷ്ണവർ നിശ്ചയമായും അദ്വൈത ആചാര്യന്റെ കാലടികൾ പിന്തുടരണം. അപ്രകാരം ഒരുവന് വാസ്തവത്തിൽ ഭക്തിയുത സേവനത്തിൽ മുഴുകാൻ കഴിയും. അതാണ് വൈഷ്ണവാചാര്യന്മാരുടെ വൈഷ്ണവരുടെ എല്ലാവരുടെയും ആധ്യാത്മിക ഗുരുവാണ് ശ്രീ അദ്വൈത ആചാര്യൻ എന്ന് ശ്രീല പ്രഭുപാദ് പറയുന്നു. കമല നയനേര താൻ തേൻഹോ യാതേ അംഗ അംശ കമലാക്ഷ കരിധരെ നാമ അവതംസ. അദ്വൈതാചാര്യന് കമലാക്ഷൻ എന്നൊരു പേരുകൂടി ഉണ്ടത്രേ. അവിടുന്ന് കമലനയനായ ഭഗവാന്റെ അംഗം അല്ലെങ്കിൽ അംശമായതിനാൽ കമലാക്ഷൻ എന്ന നാമം ധരിച്ചു. കമലാക്ഷൻ എന്നൊരു പേരുകൂടി ശ്രീ അദ്വൈതാചാര്യനുണ്ട്. ഈശ്വര സാരൂപ്യപായ പാരിഷദഗണ ചതുർഭുജ പീതവാസ ഐച്ചേ നാരായണ. ഭഗവാന്റെ പാർഷദന്മാർക്ക് അവിടുത്തേതുപോലെ തന്നെ ശാരീരിക സവിശേഷതകളുണ്ട്. നാരായണനെ പോലെ ചതുർബാഹുക്കളായ അവരെല്ലാം പീതാംബരധാരികളാണ്. ഭഗവാന്റെ പാർഷദന്മാർക്ക് അവിടുത്തേതുപോലെ തന്നെ ശാരീരിക സവിശേഷതകളുണ്ട്. അപ്പൊ ഭഗവാന്റെ എല്ലാ പാർഷദന്മാർക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വൈകുണ്ഠത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ചതുർഭുജം, നമ്മളെല്ലാവരുടെയും സ്വരൂപം എന്ന് പറയുന്നത് ചതുർഭുജ രൂപമാണ്. അപ്പൊ ഭഗവാന്റെ എല്ലാ വിശിഷ്ട സേവകന്മാർക്കെല്ലാം ചതുർഭുജ രൂപം തന്നെ ആണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, അപ്പൊ അതുപോലെ തന്നെ അദ്വൈത ആചാര്യന് അതുപോലെ ചതുർഭുജ രൂപം ഉണ്ട് എന്നല്ല പറഞ്ഞേ, പക്ഷെ നാരായണനെ പോലെ ചതുർബാഹുക്കളായ അവരെല്ലാം പീതാംബരധാരികൾ. അപ്പം അവിടുത്തേതുപോലെ ശാരീരിക സവിശേഷതകളുണ്ട്. ചതുർഭുജം എന്ന് പറഞ്ഞുവെങ്കിലും ഇവിടെ അതുപോലെ പല സവിശേഷതകളും നമുക്ക് അദ്വൈതാചാര്യകളിൽ കാണാം. ശ്രീ അദ്വൈത ആചാര്യ ഈശ്വരേര അംശവര്യ താൻര തത്വനാമ ഗുണ സകലി ആശ്ചര്യ. ശ്രീ അദ്വൈതാചാര്യൻ ഭഗവാന്റെ മുഖ്യ അംഗമാണ്. അവിടുത്തെ തത്വങ്ങൾ, നാമങ്ങൾ, ഗുണവിശേഷങ്ങൾ എന്നിവയെല്ലാം ആശ്ചര്യകമാണ്. ഇനി നമുക്ക് ഓരോരോ സവിശേഷതകളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യാൻഹാര തുളസി ജല യാൻഹാര ഹുങ്കാരേ സ്വഗണ സഹിതേ ചൈതന്യേര അവതാരേ. ഇതാണ് ചൈതന്യ മഹാപ്രഭു ചെയ്ത ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. യാൻഹാര തുളസി ജല യാൻഹാര ഹുങ്കാരേ സ്വഗണ സഹിതേ ചൈതന്യേര അവതാരേ. അവിടുന്ന് തുളസീദളങ്ങളാലും ഗംഗാജലത്താലും കൃഷ്ണനെ ആരാധിക്കുകയും വളരെ ഉച്ചത്തിൽ അവിടുത്തെ വിളിക്കുകയും ചെയ്തു. അപ്രകാരം ചൈതന്യ മഹാപ്രഭു തന്റെ സഹചരന്മാരോടൊപ്പം ഭൂമിയിൽ അവതരിച്ചു. ചൈതന്യ മഹാപ്രഭു ഇവിടെ ഭൂമിയിൽ അവതരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ കാരണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ അദ്വൈതാചാര്യനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണത്. അദ്ദേഹം തുളസി ജലവും അല്ലെങ്കിൽ തുളസി ദളവും ഗംഗാജലവും കൂടി രണ്ടും അഭിഷേകം ചെയ്ത് തുളസീദളം ഭഗവാൻ ഓഫറും ചെയ്ത് അങ്ങനെ ഭഗവാനെ സംതൃപ്തനാക്കിക്കൊണ്ട് ഈ കലിയുഗത്തിലെ ജനങ്ങളുടെ പതിതമായ അവസ്ഥ കണ്ട് അതിൽ ദയ തോന്നി ആ അവസ്ഥയിൽ നിന്ന് ജനങ്ങളെ എല്ലാവരെയും മുക്തരാക്കണം എന്ന റിക്വസ്റ്റ് ഭഗവാന്റെ മുൻപിൽ വെച്ചുകൊണ്ട് അതാണ് ഒരു യഥാർത്ഥ ഒരു ഗുരുവിന്റെ ഗുണമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെ മറ്റുള്ളവർ എല്ലാവരും അവരുടെ പതീതമായ അവസ്ഥ, അവരുടെ ദുഃഖകരമായ അവസ്ഥയിൽ ജീവിക്കുന്നത് കണ്ട് അതിൽ മനസ്സലിഞ്ഞാണ് അദ്വൈതാചാര്യൻ അങ്ങനെ
ആ ഒരു പ്രവൃത്തി ചെയ്തത്. അങ്ങനെ ആ ഒരു ഭഗവാനെ പ്രീതിപ്പെടുത്തി. ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പരദുഃഖാദുഃഖി എന്ന് പറയുന്നത്. അതാണ് ഒരു വൈഷ്ണവന്റെ ഏറ്റവും വലിയ ഗുണവും. പരദുഃഖാദുഃഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുന്നവൻ. നമ്മളൊക്കെ എങ്ങനെ പരദുഃഖ സുഖിയാണ്. മറ്റുള്ളവർക്ക്, അടുത്തുള്ളവർക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ അവനത് വരേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്ന മനുഷ്യത്വങ്ങളാണ്. മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യരാണ് നമ്മളെല്ലാം. അപ്പോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി പരദുഃഖ ദുഃഖി, മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുന്നവനാണ് യഥാർത്ഥ വൈഷ്ണവൻ. അപ്പൊ അങ്ങനെ ഒരു ഫീലിങ്ങോടുകൂടി, ആ ഒരു ചിന്തയോടുകൂടിയാണ് ചൈതന്യ മഹാപ്രഭു എല്ലാവരുടെയും ദുഃഖത്തിൽ ദുഃഖം കൊണ്ടുകൊണ്ട് അദ്ദേഹം ഭഗവാന് മുൻപിൽ പ്രാർത്ഥിച്ച് കേണു വീണപേക്ഷിച്ച് അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്തി അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ വരാനായി നിർബന്ധിതനാക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ അവതരിച്ചു. ഇതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കഥ. നമുക്ക് അറിയുന്നത് ജഗന്നാഥന്റെ അവതാരം പോലും, ജഗന്നാഥൻ ഇപ്പൊ പറഞ്ഞ എന്താ പറയാ, ഈ അദ്വൈതാചാര്യൻ പ്രാർത്ഥിച്ച അല്ലെങ്കിൽ അദ്വൈതാചാര്യൻ ഉണ്ടായ ആ ഫീലിംഗ് പോലെ തന്നെ ആണ് ബ്രഹ്മദേവന് ഫീലിംഗ് ഉണ്ടായത്. ബ്രഹ്മദേവൻ എങ്ങനെ ഫീലിംഗ് ഉണ്ടായി? ബ്രഹ്മദേവന് ഈ ഭൂമിയെല്ലാം സൃഷ്ടിച്ചു. ഇപ്പൊ ഈ ഭൗതിക ലോകം, ഭൂമി മാത്രമല്ല ഭൗതിക ലോകമെല്ലാം സൃഷ്ടിച്ച ബ്രഹ്മാവ് ഒരു പ്രാവശ്യം ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്ത് ചെന്നു. ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്ത് എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്, ഭഗവാനെ ഞാന് ഈ ഭൗതിക ഇപ്പം ഭഗവാന് ബ്രഹ്മദേവനോട് ചോദിച്ചു, ബ്രഹ്മദേവൻ എന്താണ് ഇത്ര വിഷമമായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ വിഷമിച്ച് നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ ആജ്ഞപ്രകാരം ഞാൻ പുനഃസൃഷ്ടി നടത്തി. ഞാൻ സൃഷ്ടി സഞ്ചാരം, സൃഷ്ടിയെല്ലാം ചെയ്തു, ഭൗതിക ലോകമെല്ലാം സൃഷ്ടിച്ചു. പക്ഷെ ഞാൻ അവിടെ സൃഷ്ടിച്ച ആ ഭൗതിക ലോകത്തിൽ വസിക്കുന്ന വ്യക്തിത്വങ്ങളെല്ലാം വളരെ ദുഃഖിതരായി മാറുന്നത് കാണുമ്പോൾ ഞാൻ വിഷമിക്കുന്നു. കാരണം അങ്ങ് എന്നോട് എനിക്ക് ഇത്ര വലിയൊരു ദുഃഖം തരുന്ന ഒരു സേവനമാണല്ലോ നൽകിയത്. ഈ ഭൗതിക ലോകം മുഴുവൻ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ അവിടെ വസിക്കുന്നവരെല്ലാവരും ദുഃഖത്തിൽ മുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സൃഷ്ടിയുടെ സേവനമാണോ അങ്ങ് എനിക്ക് തന്നത്, അല്ലെങ്കിൽ അങ്ങ് എനിക്കായി വെച്ചിരുന്നത് എന്ന് വെച്ചാൽ ആ ഒരു ദുഃഖം ഭഗവാൻ കൊടുത്ത സേവനത്തിലുള്ള ദുഃഖമല്ല, പക്ഷെ ആ സേവനത്തിൽ ആരും സന്തുഷ്ടരാകുന്നില്ലല്ലോ, സന്തോഷത്തോടുകൂടി ജീവിക്കുന്നില്ലല്ലോ എന്ന വിഷമം. അപ്പൊ ആ വിഷമം ഭഗവാന്റെ മുൻപിൽ അവതരിച്ചപ്പോൾ ഭഗവാൻ അന്ന് കൊടുത്ത വാക്കാണ്, ഞാൻ ഇനിയും അതായി എൻ്റെ അവതാരം അല്ലെങ്കിൽ ഞാൻ അവിടെ വരുന്നത് നീലാചലത്തിൽ നീലസാഗരത്തിന് തടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ തീരത്ത് നീലാചലം എന്ന് പറയുന്ന മലയുടെ മുകളിൽ ഞാൻ നീലമാധവനായി വരും. അങ്ങനെ പറഞ്ഞിട്ടാണ് നീലമാധവനായി വന്ന് അത് ജഗന്നാഥനായിട്ട് മാറിയത്. അപ്പൊ ഈ ഫീലിംഗ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ വൈഷ്ണവർക്കും ഉള്ളവർ, എല്ലാ ഭഗവത് ഭക്തർക്കുമുള്ള വിഷമമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ അദ്വൈതാചാര്യനും ആ ഒരു ഹൃദയത്തിൽ നിന്ന് ദുഃഖമുണ്ടായി, ആ ദുഃഖത്തോടു കൂടി അദ്ദേഹം അവിടെ പ്രാർത്ഥിച്ചത്. ആ ദുഃഖത്തോടു കൂടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തില് ഇവിടെ വരാനായിട്ട് കാരണമാകുന്നത്. അപ്പോ അതാണ് പറഞ്ഞ അപ്പോ അവിടുന്ന് തുളസി ദളങ്ങളാലും ഗംഗാജലത്താലും കൃഷ്ണനെ ആരാധിക്കുകയും വളരെ ഉച്ചത്തിൽ അവിടുത്തെ വിളിക്കുകയും ചെയ്തു. അപ്രകാരം ചൈതന്യ മഹാപ്രഭു തന്റെ സഹചരന്മാരൊപ്പം ഭൂമിയിൽ അവതരിച്ചു. അതാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു അവതരിക്കാനുള്ള കാരണമുണ്ടാകുന്നത്. യാൻദ്രദ്വാര കൈല പ്രഭു കീർത്തന പ്രചാര, യാൻദ്രദ്വാര കൈല പ്രഭു ജഗത് നിസ്താര. അവിടുന്ന് അദ്വൈതാചാര്യൻ മുഖാന്തിരമാണ് ചൈതന്യ മഹാപ്രഭു സങ്കീർത്തന പ്രസ്ഥാനത്തെ പ്രചരിപ്പിച്ചത്. അവിടുന്ന് മുഖാന്തിരമാണ് ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തിന് മോചനം നൽകിയത്. ചൈതന്യ മഹാപ്രഭു ഈ സങ്കീർത്തന യജ്ഞം പ്രചരിപ്പിക്കാനായിട്ട് ഏറ്റവും വലിയ കാരണമായത് അദ്വൈതാചാര്യൻ. പ്രചരിപ്പിക്കാനായിട്ട് വളരെയധികം അദ്വൈതാചാര്യനോടും നിത്യാനന്ദ പ്രഭുവിനോടുമാണ് ഹരിദാസ് ഠാക്കൂറും തീർച്ചയായിട്ടും
അദ്ദേഹത്തിന്റെ പാർശ്വരന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ പ്രധാന പങ്കുവഹിച്ചവരിൽ ഒരാളായിരുന്നു അദ്വൈതാചാര്യൻ എന്ന് ഇവിടെ പറയുകയാണ്. അപ്പം അവിടുന്ന് അദ്വൈതാചാര്യൻ മുഖാന്തരമാണ് ചൈതന്യ മഹാപ്രഭു സങ്കീർത്തന പ്രസ്ഥാനത്തെ പ്രചരിപ്പിച്ചത്. അവിടുന്ന് മുഖാന്തരമാണ് ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തിന് മോചനം നൽകിയത് എന്ന് പറയുന്നു. ആചാര്യ ഗോസാനീര ഗുണമഹിമ അപാര ജീവകീട കോഥായ പൈബേ കാമകാതാരപാര. അദ്വൈതാചാര്യന്റെ മഹിമാനങ്ങൾ അനന്തമാണ്. നിസാരരായ ജീവജാലങ്ങൾക്ക് എങ്ങനെ അതിന്റെ ആഴം അളക്കാൻ കഴിയും? അദ്വൈതാചാര്യനെ കുറിച്ച് അദ്ദേഹത്തിനെ മഹിമകൾ സാധാരണ വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലെന്നാണ്. കാരണം സാധാരണ വ്യക്തികൾ എല്ലാവരും ഭൗതികപരമായ ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്നത് കാരണം അവർക്ക് ഈ മഹിമ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഭക്തിയുടെ മഹിമ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഈവൻ ആരെങ്കിലും കുറച്ച് ആൾക്കാര് ഈ ഒരു പറഞ്ഞതുപോലെ ഒരു റിച്വലിസ്റ്റിക് അല്ലെങ്കിൽ ഈവൻ ഭക്തിമാർഗം, സോക്കോൾഡ് ഭക്തിമാർഗത്തിൽ വരികയാണ് എങ്കിലും, ആ ക്ഷേത്രങ്ങളിൽ പോവുക, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണ് എങ്കിൽ പോലും അവർ പോലും പോകുന്നത് ഭൗതികപരമായ ഇച്ഛയോടുകൂടി, അല്ലെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഈ ഭഗവത് കാരുണ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ മഹാത്മ്യങ്ങൾ, അദ്വൈതാചാര്യനെ പോലെയുള്ള ആൾക്കാരുടെ മഹാത്മ്യങ്ങളെ കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. അതാണ് ഭക്തിമാർഗം എന്ന് പറയുന്നത്. മറ്റൊരു പേര് പറയുന്നത് ബുദ്ധിമാർഗം എന്നാണ്. നമുക്ക് ബുദ്ധിയോഗം, ഭക്തിയോഗം അല്ലെങ്കിൽ ബുദ്ധിയോഗം എന്നാണ് ഭഗവത്ഗീതയിൽ അതിന് 2 വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഭഗവത് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ അവതാരത്തിന്റെ ശ്ലോകം ഭാഗവത്തിൽ പറയുന്നത് പോലെ കൃഷ്ണവർണം ത്രിസാകൃഷ്ണം സാങ്കോ പാങ്കോശപാർശ്വം യജ്ഞൈ സങ്കീർത്തനപ്രായേ യജന്തിയ സുമേധസഹ. ബുദ്ധിയുള്ളവർ ഇത് അഡോപ്റ്റ് ചെയ്യും. ഏത്? യജ്ഞൈ സങ്കീർത്തന പ്രായേർ. ഈ സങ്കീർത്തന യജ്ഞം എന്ന് പറയുന്നത് ബുദ്ധിമാന്മാരായ വ്യക്തികൾ മാത്രമേ ഇത് അഡോപ്റ്റ് ചെയ്യുകയുള്ളൂ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലാസ്സിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവരോട് ചോദിച്ചു കഴിഞ്ഞാലും ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടോ? ഉണ്ട്. എല്ലാം ജപിക്കുന്നുണ്ട് എന്ന്. അതായത് അവരെല്ലാവരും ജപിക്കുന്ന പല തരത്തിലുള്ള കാര്യങ്ങൾ. അവരെല്ലാവരും താല്പര്യപ്പെടുന്നത് വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം. ഇപ്പൊ നമ്മളെല്ലാവരും നവരാത്രി ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ നവരാത്രിയിലും ലളിതാ സഹസ്രനാമം ചൊല്ലണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാം അതിൻ്റെതായ മഹത്വങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമം, പിന്നെ നാരായണ നാമവും, ഭാഗവത ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമവും ഇതെല്ലാം ജപിക്കാം. പക്ഷേ കലിയുഗത്തിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് തന്ന മന്ത്രം അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പം വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണ് എങ്കിൽ തന്നെ വിഷ്ണു സഹസ്രനാമത്തിൽ തന്നെ പറയുന്ന ഒരു നാമമാണ് ശ്രീരാമ രാമ രാമേതി രമേ രാമേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? അതുകൊണ്ടാണ് പറയുന്നത് ബുദ്ധിമാനായ വ്യക്തി. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ 67,000 പ്രാവശ്യമോ മറ്റോ, അതായത് 16 മാല ജപിക്കുന്ന ഒരു വ്യക്തി 67,000 സംതിങ് പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം ചൊല്ലിയതിന് തുല്യമാണ്. അപ്പൊ ബുദ്ധിയുള്ളവൻ 16 മാല 2 മണിക്കൂർ കൊണ്ട് ജപിക്കുമോ? അതുപോലെ 67,000 പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം ജപിക്കണമെങ്കിൽ എത്ര നാള് പിടിക്കും? ഏതാണ്ട് അരമണിക്കൂറോളം വേണം. 20 മിനിറ്റ്സ് മിനിമം വേണം ഒരു പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം ജപിക്കണമെങ്കിൽ. അപ്പോൾ 67,000 സംതിങ് പ്രാവശ്യം നമുക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കണമെങ്കിൽ എത്ര മണിക്കൂറുകൾ എടുക്കും? എത്ര ദിവസം എടുക്കും? അപ്പോ പക്ഷെ നമുക്ക് 16 മാല ജപിക്കണമെങ്കിൽ നമുക്ക് 2 hours 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ആ ഗുണം നമുക്ക് ലഭിക്കുന്നു. അപ്പൊ അതാണ് പറഞ്ഞത് ബുദ്ധിമാനായ വ്യക്തികൾ. അതായത് മലയാളത്തിൽ പഴഞ്ചൊല്ലുണ്ടല്ലോ, മടിയൻ മല ചുമക്കും എന്ന് പറഞ്ഞത്. അപ്പൊ മടിയൻ മല ചുമക്കും. അപ്പൊ എളുപ്പ വഴിയിൽ ചെയ്യാനായി ശ്രമിക്കുമ്പോൾ അത് പലപ്പോഴും ഇതിൽ ചെന്ന് പെടുകയാണ് ചെയ്യുന്നത്. അപ്പം എളുപ്പ വഴി എന്ന് പറയുന്നത് ഇത് ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്ന എളുപ്പമുള്ള വഴിയാണ് നമ്മുടെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപവും ഭക്തിമാർഗവും എന്ന് പറയുന്നത്. അപ്പൊ ഭക്തിമാർഗം, ഭക്തിയോഗത്തിന് മറ്റൊരു പേര് ബുദ്ധിയോഗം. അപ്പൊ അതാണ് യജന്തിയ സുമേധസഹ. ബുദ്ധിയുള്ളവരാണ് ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ബുദ്ധിയുള്ളവർക്ക് മാത്രമേ അദ്വൈതാചാര്യന്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണ വ്യക്തികൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല
അതാണ് അദ്വൈതാചാര്യന്റെ മഹിമാനങ്ങൾ അനന്തമാണ്. നിസാരരായ ജീവജാലങ്ങൾക്ക് എങ്ങനെ അതിന്റെ ആഴമളക്കാൻ കഴിയും? സാധാരണ ജനങ്ങൾക്ക് അതിന്റെ ആഴമളക്കാൻ സാധിക്കില്ല. ആചാര്യ ഗോസാനി ചൈതന്യേര മുഖ്യ അംഗ ആര ഏക അംഗ താൻഡ്ര പ്രഭു നിത്യാനന്ദ. അദ്വൈതാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു മുഖ്യ അംഗമാണ്. നിത്യാനന്ദ പ്രഭുവാണ് മറ്റൊരു അംഗം. സോ അദ്വൈതാചാര്യനും നിത്യാനന്ദ പ്രഭുവും ഇവർ രണ്ടുപേരുമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഏറ്റവും ക്ലോസ് അസോസിയേറ്റ്സ് എന്ന് പറയുകയാണ്. അദ്വൈതാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു മുഖ്യ അംഗമാണ്. നിത്യാനന്ദ പ്രഭുവാണ് മറ്റൊരു അംഗം. പ്രഭുര ഉപാംഗ ശ്രീവാസാദി ഭക്തഗണ ഹസ്തമുഖ നേത്ര അംഗ ചക്രാദ്യസ്ത്ര സമാം. ഇവിടെ പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ അസോസിയേറ്റ്സ് എല്ലാവരും എങ്ങനെയാണോ ഭഗവാൻ വിഷ്ണുവിന്റെ കയ്യിലെ ചങ്ക് ചക്ര ഗദാപത്മം പോലെയുള്ള പാർശ്വതന്മാരുള്ളത്, ശ്രീവാസിന്റെ നേതൃത്വത്തിലുള്ള ഭക്തന്മാർ അവിടുത്തെ ഉപാംഗങ്ങളാണ്. അവർ അവിടുന്നിന്റെ കൈകളും മുഖവും കണ്ണുകളും ചക്രം തുടങ്ങിയ ആയുധങ്ങളും പോലെയാണ്. ഭഗവാൻ വിഷ്ണുവിന്റെ കയ്യിലുള്ള അദ്ദേഹത്തിന്റെ ശംഖും ചക്രവും അല്ലെങ്കിൽ ചക്ര 4 കൈകളും മുഖവും അതുപോലെ ചക്രവും അതുപോലെയുള്ള കാര്യങ്ങൾ പോലെയാണ് ശ്രീവാസിന്റെ കൂടെയുള്ള ഭക്തഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപ അംഗങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ മുമ്പ് പറഞ്ഞു മുഖ്യമായ അംഗങ്ങൾ ആരൊക്കെയാണ്? അദ്വൈതാചാര്യൻ, നിത്യാനന്ദ പ്രഭു. അവർ രണ്ടും മുഖ്യ അംഗങ്ങളാണ്. പിന്നീട് പറഞ്ഞത് ഉപ അംഗങ്ങളാണ്. ഉപ അംഗങ്ങൾ ആരൊക്കെയാണ് പറഞ്ഞത്? ശ്രീവാസ് ഠാക്കൂറിന്റെ കൂടെയുള്ള ഭക്തഗണങ്ങൾ. അതാണ് നമ്മൾ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീവാസ് ആദി ഗൗര ഭക്ത വൃന്ദ. അപ്പോൾ അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സും കൂടിയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അതാണ് ഈ ഉപ അംഗങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേ സബലയ ചൈതന്യ പ്രഭുര വിഹാര യേ സബലയ കാരേന വാഞ്ചിത പ്രചാര. അവരോടെല്ലാം ചേർന്ന് ശ്രീ ചൈതന്യൻ തന്റെ ലീലകൾ ചെയ്തു. അവരോടൊപ്പം അവിടുന്ന് തന്റെ പ്രസ്ഥാനം പ്രചരിപ്പിച്ചു. ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് സങ്കീർത്തന പ്രസ്ഥാനമാണ്. അപ്പൊ സങ്കീർത്തന പ്രസ്ഥാനം നമ്മൾ തുടങ്ങിയത് ഇസ്കോൺ ഒന്നുമല്ല. ചൈതന്യ മഹാപ്രഭു 500 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് തുടങ്ങിയ ഈ പ്രസ്ഥാനമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം അല്ലെങ്കിൽ സങ്കീർത്തന പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ സങ്കീർത്തന പ്രസ്ഥാനമാണ് ഇന്ന് നമ്മൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നത്. മാധവേന്ദ്ര പൂര ഇൻഹോ ശിഷ്യ ഏയി ജ്ഞാനേ ആചാര്യ ഗോസാനീര പ്രഭു ഗുരു കരിമാനേ. അദ്വൈതാചാര്യൻ മാധവേന്ദ്രപുരിയുടെ ഒരു ശിഷ്യനാണ്. ഇങ്ങനെ ചിന്തിച്ച ശ്രീ ചൈതന്യൻ അവിടുന്ന് അനുസരിക്കുകയും തന്റെ ആധ്യാത്മിക ഗുരുവിനെ പോലെ ആരാധിക്കുകയും ചെയ്തു. ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ആദരിച്ച വ്യക്തിയാണ് ശ്രീ അദ്വൈതാചാര്യൻ. അദ്വൈതാചാര്യൻ എന്ന് പറഞ്ഞത് ചൈതന്യ മഹാപ്രഭുവിന്റെ വയസ്സിൽ വളരെ വലുതാണ്. തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അദ്വൈതാചാര്യയുടെ ഫോട്ടോ കാണുമ്പോൾ അറിയാം, ദാടി ഒക്കെ നരച്ച ദാടി അല്ലേ. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട് ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചതും. അപ്പൊ തീർച്ചയായിട്ടും ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനേക്കാൾ വയസ്സിൽ മൂത്തതാണ് അദ്വൈതാചാര്യൻ. അതിന് മറ്റൊരു മഹത്വം കൂടി ചൈതന്യ മഹാപ്രഭു കാണുന്നു. ഓക്കെ, വയസ്സിൽ മൂത്തതാണ് എന്ന് മാത്രമല്ല, ചൈതന്യ മഹാപ്രഭു അദ്വൈതാചാര്യനിൽ കണ്ട മഹത്വം എന്ന് പറയുന്നത് മാധവേന്ദ്രപുരിയുടെ ശിഷ്യൻ കൂടിയാണ് ശ്രീ അദ്വൈതാചാര്യൻ. അതുപോലെ നിത്യാനന്ദ പ്രഭുവും മാധവേന്ദ്രപുരിയുടെ ശിഷ്യനാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രീ മാധവേന്ദ്രപുരി മധ്വാചാര്യനിൽ നിന്നുള്ള ശിഷ്യ പരമ്പരയിലെ ഒരു ആചാര്യനാണ്. ഇതാണ് മധ്വാചാര്യ, അതായത് മധ്വപരമ്പര. നമ്മളെല്ലാവരും ഗൗഡി, അതായത് ബ്രഹ്മ മധ്വ പരമ്പരയിലുള്ളതാണ് നമ്മുടെ ഗൗഡീയ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പം മാധവേന്ദ്രപുരി മധ്വാചാര്യനിൽ നിന്നുള്ള ശിഷ്യ പരമ്പരയിലെ ഒരു ആചാര്യനാണ്. മാധവേന്ദ്രപുരിക്ക് 2 മുഖ്യ ശിഷ്യന്മാരുണ്ടായിരുന്നു, ഈശ്വരപുരിയും ശ്രീ അദ്വൈതപുരിയും. അതിനാൽ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം മധ്വാചാര്യനിൽ നിന്നുള്ള ഗുരുശിഷ്യ പരമ്പരയാണ്. ഈ വസ്തുത ഗൗര ഗണോദ്ദേശ ദീപിക, പ്രമേയ രത്നാവലി എന്നീ പ്രമാണ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഗോപാല ഗുരു ഗോസ്വാമിയാലും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഗൗരഗണോദ്ദേശ ദീപികയിൽ ഗൗഡീയ വൈഷ്ണവരുടെ ഗുരുശിഷ്യ പരമ്പരയെക്കുറിച്ച് ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു. ബ്രഹ്മാവ് ആത്മീയ നഭസിന്റെ നാഥനായ വിഷ്ണുവിന്റെ നേരിട്ടുള്ള ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ നാരദനും നാരദന്റെ ശിഷ്യൻ വ്യാസനും വ്യാസന്റെ ശിഷ്യന്മാർ സുഖദേവ ഗോസ്വാമിയും മധ്വാചാര്യനുമാണ്. പത്മനാഭ ആചാര്യൻ മധ്വാചാര്യരുടെ ശിഷ്യനും നരഹരി പത്മനാഭ ആചാര്യന്റെ ശിഷ്യനുമാണ്. മാധവൻ നരഹരിയുടെ ശിഷ്യനും അക്ഷോഭ്യൻ മാധവന്റെ നേരിട്ടുള്ള ശിഷ്യനും ജയതീർത്ഥർ അക്ഷോഭ്യന്റെ ശിഷ്യനുമാണ്. ജയതീർത്ഥന്റെ ശിഷ്യൻ ജ്ഞാനസിന്ധുവും
അദ്ദേഹത്തിന്റെ ശിഷ്യൻ മഹാനിധിയുമാണ്. മഹാനിധിയുടെ ശിഷ്യൻ വിദ്യാനിധിയും രാജേന്ദ്രൻ വിദ്യാനിധിയുടെ ശിഷ്യനുമാണ്. ജയധർമ്മൻ രാജേന്ദ്രന്റെ ശിഷ്യനാണ്. പുരുഷോത്തമൻ ജയധർമ്മന്റെ ശിഷ്യനാണ്. ശ്രീമാൻ ലക്ഷ്മീപതി പുരുഷോത്തമന്റെ ശിഷ്യനായ വ്യാസതീർത്ഥന്റെ ശിഷ്യനാണ്. പിന്നെ മാധവേന്ദ്രപുരി ലക്ഷ്മീപതിയുടെ ശിഷ്യനും. ഭഗവാൻ കൃഷ്ണന്റെ ശിഷ്യനാണ് ബ്രഹ്മദേവന്റെ ശിഷ്യൻ വ്യാസദേവൻ. അങ്ങനെ അവിടെ നിന്നുള്ള ഒരു ഗുരുശിഷ്യ പരമ്പരയെ കുറിച്ചാണ് ശില പ്രഭുപാദ് ഇവിടെ പറഞ്ഞത്. നമുക്കറിയാം, തീർച്ചയായിട്ടും സെയിം ഗുരു പരമ്പര നമുക്ക് ഭഗവത്ഗീതയുടെ ഇൻട്രൊഡക്ഷന്റെ ലാസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്ന അതേ ഗുരുശിഷ്യ പരമ്പരയെ തന്നെയാണ് ഇവിടെ ശില പ്രഭുപാദ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ആചാര്യ പരമ്പരയിൽ കൂടി വന്ന് അവിടുന്ന് മാധവേന്ദ്രപുരി വരെയുള്ള ഇതിനെ കുറിച്ചിട്ട്, ശിഷ്യ പരമ്പരയെ കുറിച്ചിട്ട് ഇവിടെ പ്രതിപാദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മാധവേന്ദ്രപുരി അത്ര ഒഥന്റിക് ആയിട്ടുള്ള ഒരു മാർഗമാണ് എന്ന് കണ്ടുകൊണ്ട് മാധവേന്ദ്രപുരിയുടെ ശിഷ്യനായ അദ്വൈതാചാര്യനെ ചൈതന്യ മഹാപ്രഭു ഒരുപാട് റെസ്പെക്ട് ചെയ്തിരുന്നു എന്നുകൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ലൗകിക ലീലാതേ ധർമ്മ മര്യാദ രക്ഷണ സ്തുതി ഭക്തിയെ കരേന താൻഡ്രചരണ വന്ദന. ധർമ്മതത്വങ്ങളുടെ ആചാരക്രമം ഉചിതമായി പാലിക്കുന്നതിനായി ചൈതന്യ മഹാപ്രഭു ആദരണീയമായ പ്രാർത്ഥനകളോടും ഭക്തിയോടും കൂടി അദ്വൈതാചാര്യന്റെ ചരണങ്ങളിൽ വന്ദിച്ചു. അപ്പോ എന്തുകൊണ്ടാണ് പറയുന്നത്? ധർമ്മതത്വങ്ങളുടെ ആചാരപ്രകാരം ഉചിതമായി പാലിക്കുന്നതിനായി ചൈതന്യ മഹാപ്രഭു ആദരണീയമായ പ്രാർത്ഥനകളോടും ഭക്തിയോടും കൂടി അദ്വൈതാചാര്യന്റെ ചരണങ്ങളിൽ വന്ദിച്ചു. സോ അപ്പൊ അതിങ്ങനെ ചൈതന്യ മഹാപ്രഭു ആചാര്യനായ അദ്വൈതാചാര്യനെ വന്ദിച്ചതിനെ കുറിച്ച് വരെ വന്ദിച്ചു എന്ന് വരെ ഇവിടെ പറയുന്നതാണ്. ചൈതന്യ ഗോസാനികെ ആചാര്യ കാരെ പ്രഭു ജ്ഞാന അപ്പനാക്കെ കരേന താൻഡ്രദാസ അഭിമാന. പക്ഷെ അദ്വൈതാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിനെ തന്റെ യജമാനനായി പരിഗണിക്കുകയും തന്റെ യജമാനനായി പരിഗണിക്കുകയും സ്വയം മഹാപ്രഭുവിന്റെ ഒരു ഭൃത്യനായി കരുതുകയും ചെയ്യുന്നു. ശബ്ദം. അദ്വൈതാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിനെ തന്റെ യജമാനനായി പരിഗണിക്കുകയും സ്വയം മഹാപ്രഭുവിന്റെ ഒരു ഭൃത്യനായി കരുതുകയും ചെയ്തു. അത് അദ്വൈതാചാര്യന്റെ ഏറ്റവും വലിയ എളിമയാണ്. സ്വഭാവാർത്ഥം ശില പ്രഭുപാദ് കി ജയ്. രൂപഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധു ഭക്തിയുത സേവനത്തിന്റെ പരമോത്കൃഷ്ടതയെ ഇപ്രകാരം വിശദീകരിക്കുന്നു. ബ്രഹ്മാനന്ദോ ഭവേത് ഏഷ ചേത് പുരാർത്ഥ ഗുണീകൃതഃ നൈതി ഭക്തി സുഖാംബോധേ പരമാണുതുലാം അപി. സോ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നതും ഭൗതിക ലോകത്തിലെ സുഖം എന്ന ഭക്തി സുഖത്തിന്റെ ഒരു അംശം എന്ന് പറയുന്നത്. ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദോ ഭവേത് ഏഷ ചേത് പുരാർത്ഥ ഗുണീകൃത നൈതി ഭക്തി സുഖാംബോധേ പരമാണുതുലാമപി. നിരാകാര ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നിന്ന് ലഭിക്കുന്ന അതീന്ദ്രിയാനന്ദത്തെ കോടിക്കണക്കിന് തവണ ഗുണിച്ചാലും അതിനെ ഭക്തിസാരത്തിന്റെ ഒരു പരമാണുവിനോട് പോലും താരതമ്യം ചെയ്യാനാവില്ല. ഭക്തിരസാമൃത സിന്ധു 11:38 പറയുന്നു. അതുപോലെ ഭാവാർത്ഥ ദീപിക പ്രസ്താവിക്കുന്നു. ത്വത്കഥാമൃത പാഥോധൗ വിഹരന്തോ മഹാമുദഃ കുർവന്തി കൃതിന കേചിച്ഛ അതു വർഗം ഉപമം. ഭഗവാനെ കുറിച്ചുള്ള അതീന്ദ്രിയ വിഷയങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നവർക്ക് ധർമാർത്ഥ കാമ മോക്ഷ സാക്ഷാത്കാരങ്ങളിൽ 4ഉം സമന്വയമായി ലഭിക്കുന്ന ആനന്ദത്തെ അവിടുത്തെ അതീന്ദ്രിയ കർമ്മങ്ങളുടെ ശ്രവണത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദവുമായി താരതമ്യം ചെയ്താൽ ആദ്യത്തേത് മറ്റേതിനെ അപേക്ഷിച്ച് ഒരു തൃണത്തേക്കാൾ ഒട്ടും വലുതല്ല. ഇവിടെ അത് ഒരു കമ്പാരിസൺ ആണ്. ഇതിനെ ആക്ച്വലി ഫുൾ കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ഭൗതിക ലോകത്തിലെ സന്തോഷം അല്ലെങ്കിൽ സുഖവും സ്വർഗലോകത്തിലെ സുഖവും അവിടുന്ന് ഇങ്ങനെ ഓരോരോ ഇത് പോയിട്ട് ബ്രഹ്മാനന്ദി സ്റ്റേജിലെ ഇത് ആനന്ദവുമായി തുലനം ചെയ്തിട്ട് അതിനെ ബില്യൺസ് കണക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഭക്തിയിൽ നിന്ന് കിട്ടുന്ന ഒരംശം പോലും ആകുന്നില്ല എന്ന് നമുക്ക് ഭക്തിരസാമൃത സിന്ധു പഠിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വിശദമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ വീണ്ടും മറ്റൊരു ഭാവാർത്ഥ ദീപിക എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ഒരു താരതമ്യം കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. ഭക്ത സേവനം പറയുന്നത് എത്രമാത്രം വലുതാണ്. അതുമായി നമുക്ക് ഒരിക്കലും
നമുക്കിവിടെ ഭൗതിക ലോകത്തിൽ കിട്ടുന്ന സുഖവുമായി കമ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭൗതിക ആസ്വാദനത്തിൽ നിന്ന് മോചിതരായി കൃഷ്ണന്റെ പാദസേവനത്തിൽ മുഴുകിയവർക്ക് അവ്യക്തിഗത വിഷയങ്ങളോട് യാതൊരു ആകർഷണവുമില്ല. പത്മപുരാണത്തിൽ കാർത്തിക മാസത്തിന്റെ മഹാത്മ്യങ്ങൾ വാഴ്ത്തി ഭക്തന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. വരം വരം ദേവമോക്ഷം ന മോക്ഷാവധിം വാ നചാന്യം വൃണേഹം വരേഷദപീഹ ഇദം ദേവപൂർനാഥ ഗോപാല ബാലം സദാ മേ മനസ്യാവേരസ്താം കിമന്യേ കുബേരാത്മജൗ ബദ്ധ മൂർധിവയദ്വത് ത്വയാ മോചിതൗ ഭക്തി ഭാജു കൃതൗ ച തഥാ പ്രേമ ഭക്തിം സ്വകാമ്യ പ്രയശ്ച നമോക്ഷേ ഗ്രഹോ മേ സ്ഥിതമുദരേഹ. പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങയുടെ വൃന്ദാവനത്തിലെ ബാല്യകാല ലീലകൾ സ്മരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തിശൂന്യ ബ്രഹ്മത്തിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അങ്ങയുടെ ബാല്യകാല ലീലകൾ അങ്ങ് കുബേരന്റെ 2 പുത്രന്മാരെ മോചിപ്പിക്കുകയും അങ്ങയുടെ മഹാഭക്തന്മാരാകുകയും ചെയ്തു. അതുപോലെ എനിക്ക് മോക്ഷം നൽകുന്നതിന് പകരം അങ്ങയോട് അവ്വിധത്തിലുള്ള ഭക്തി നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹയശീർഷിയായ ശ്രീ നാരായണ വ്യൂഹ സ്തവത്തിലെ നാരായണ സ്തോത്രം എന്ന അധ്യായത്തിൽ പറയുന്നു, ന ധർമ്മം കാമം അർത്ഥം വാ മോക്ഷം വാ വരദേശ്വര പ്രാർത്ഥയെ തവ പാദാബ്ജെ ദാസ്യം ഏവാഭികാമയെ. പ്രിയപ്പെട്ട ഭഗവാനെ, ഞാൻ ധർമ്മനിഷ്ഠകനാകണം എന്നോ സമ്പത്തിന്റെ ഉടമസ്ഥനാകണമെന്നോ ഇന്ദ്രിയ സുഖം ആസ്വദിക്കണമെന്നോ ആശിക്കുന്നില്ല. ഞാൻ മോക്ഷവും കാക്ഷിക്കുന്നില്ല. എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവായ അങ്ങയിൽ നിന്ന് ഇവയെല്ലാം എനിക്ക് ലഭിക്കുമെങ്കിലും ഇവയിൽ ഒന്നിനു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഒരു ദാസൻ എന്ന നിലയിൽ അങ്ങയുടെ പാദസേവനത്തിൽ സദാ വ്യാപൃതനാകാൻ കഴിയണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. നരസിംഹദേവൻ പ്രഹ്ലാദരാജന് എല്ലാവിധ അനുഗ്രഹങ്ങളും വാഗ്ദാനം നൽകി. പക്ഷെ പ്രഹ്ലാദൻ അതൊന്നും സ്വീകരിച്ചില്ല. എല്ലായ്പ്പോഴും ഭഗവാന്റെ പാദസേവനത്തിൽ മുഴുകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതുപോലെ ഒരു പരിശുദ്ധ ഭക്തൻ എല്ലായ്പ്പോഴും പ്രഹ്ലാദ മഹാരാജാവിനെ പോലെ പരിശുദ്ധ ഭക്തിയുത സേവനത്തിനായി അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ശ്രീരാമന്റെ സേവകനായി എല്ലായ്പ്പോഴും നിലകൊണ്ട ഹനുമാനും ഭക്തന്മാർ അവരുടെ ആദരങ്ങൾ അർപ്പിക്കുന്നു. മഹാഭക്തനായ ഹനുമാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഭവബന്ധച്ഛിതേ തസ്യൈ സ്പൃഹയാമി ന മുക്തയേ ഭവാൻ പ്രഭുർ അഹം ദാസ ഇതി യത്ര വിലുപ്യതേ. ഞാൻ മോക്ഷം നേടുവാനോ ഭഗവത് ദാസ്യഭാവം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുന്ന ബ്രഹ്മ തേജസ്സിൽ ലയിക്കുവാനോ ഇച്ഛിക്കുന്നില്ല. അതുപോലെ നാരദ പഞ്ചരാത്രത്തിൽ പറയുന്നു: ധർമാർത്ഥ കാമ മോക്ഷേഷു നേച്ഛ മമ കദാചന ത്വത്പാദ പങ്കജസ്യാധോ ജീവിതം ദീയതാം മമ. അഭികാമ്യമായ 4 പുരുഷാർത്ഥങ്ങളും ഞാൻ കാക്ഷിക്കുന്നില്ല. എനിക്ക് ഒരു ഭൃത്യനായി ഭഗവാന്റെ തൃപ്പാദങ്ങളുടെ സേവനത്തിൽ മുഴുകിയാൽ മാത്രം മതി. കുലശേഖര രാജാവ് തന്റെ പ്രശസ്തമായ മുകുന്ദമാലാ സ്തോത്രം എന്ന ഗ്രന്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു: നാഹം വന്ദേ തവ ചരണയോർദ്വന്ദ്ം അദ്വന്ദ് ഹേതോ കുംഭീഭാഗം ഗുരും അഭിഹരേ നാരകം നാഭിനേതും രമ്യാ രാമാ മൃദു തനുലതാനന്ദേ നാഭിനന്ദും ഭാവേ ഭാവേ ഹൃദയ ഭവനേ ഭാവയേയം ഭവന്തം. ഭഗവാനെ, ഭൗതിക ബന്ധത്തിൽ നിന്ന് മോചനം നേടുന്നതിനായി ഞാൻ അങ്ങയെ ആരാധിക്കുന്നില്ല. ഭൗതിക അസ്തിത്വത്തിന്റെ നാരകീയ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനോഹരമായ ഒരു ഉദ്യാനത്തിൽ ആസ്വദിക്കുന്നതിന് സുന്ദരിയായ ഒരു പത്നിയെ വേണമെന്ന് ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ല. അങ്ങയുടെ ഭഗവത് പാദത്തെ സേവിക്കുന്നതിന്റെ ഭക്തിഹർഷത്താൽ സദാപൂരിതമായിരിക്കണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുകുന്ദമാലാ സ്തോത്രം 4. ശ്രീമദ് ഭാഗവതം 3ഉം 4ഉം സ്കന്ധങ്ങളിലും മറ്റൊന്നിനും വേണ്ടിയല്ലാതെ ഭഗവാന്റെ സേവനത്തിൽ മുഴുകണമെന്ന് മാത്രം ഭക്തന്മാർ പ്രാർത്ഥിക്കുന്ന നിരവധി പ്രാർത്ഥനകളുണ്ട്. ഭാഗവതം 3:4-15, 3:25-34, 3:25-36, 4:8-22, 4:9-10, 4:20-24 എന്നീ ശ്ലോകങ്ങളിലെല്ലാം ഇതേപോലെ തന്നെ പറയുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു പോലും സ്വയം പ്രാർത്ഥിച്ച, അപ്പൊ ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട് ഭാഗങ്ങളിൽ ഈ പർപ്പോട്ടിൽ ശ്രീല പ്രഭുപാദ് പറയുന്നത് ഭക്തിയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ്. ഭക്തി എത്രമാത്രം വലുതാണ്. മറ്റെന്തെല്ലാം നമ്മൾ നേടുന്നെങ്കിലും മറ്റെന്തെല്ലാം ഇതാകുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് ഭക്തിയെ കോംപ്രമൈസ് ചെയ്തിട്ടാവരുത്. കാരണം ഏറ്റവും ഹയസ്റ്റ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്
ഭക്തി നേടുക എന്നുള്ളതാണ്. എല്ലാവരും ഇവിടെ ഹനുമാന്റെ പ്രാർത്ഥന പറയുന്നു, നാരദമുനിയുടെ പ്രാർത്ഥന പറയുന്നു, കുലശേഖര രാജാവിന്റെ പ്രാർത്ഥനകൾ പറയുന്നു, ശ്രീമദ് ഭാഗവത്തിൽ പല ഭാഗങ്ങളിൽ പല ആൾക്കാരുടെ പ്രാർത്ഥനയെ കുറിച്ച് ഇവിടെ കോട്ട് ചെയ്യുന്നു ശ്രീ പ്രഭുപാദ്. ചൈതന്യ മഹാപ്രഭു സ്വയം പറയുന്നതാണ്, ന ജനം ന ധനം ന സുന്ദരീം കവിതാം വാം ജഗദീശ കാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിരകൈതുഹി. സോ ആ ശിക്ഷാഷ്ടം ഓരോന്ന് ചൊല്ലിയാലും നമുക്കതിൽ നിന്നെല്ലാം ഭക്തിയുടെ ഏറ്റവും വലിയ ഹയസ്റ്റ് ഇതിലേക്ക് എത്തണമെന്നാണ്, അല്ലെങ്കിൽ ഭക്തിയിൽ നിൽക്കണമെന്നാണ് ആഗ്രഹം എന്ന് ചൈതന്യ മഹാപ്രഭു. മോക്ഷം പോലും ഇപ്പൊ ഇതിൽ പറഞ്ഞതുപോലെ ധർമാർത്ഥ കാമ മോക്ഷം ഒന്നും ആഗ്രഹമില്ല. ചൈതന്യ മഹാപ്രഭു പോലും സ്വയം പറഞ്ഞു, മോക്ഷം എനിക്ക് ആഗ്രഹമില്ല എന്ന്. കാരണം ജന്മന് ഈശ്വരി, അതായത് ബർത്ത് ആഫ്റ്റർ ബർത്ത്, എത്രമാത്രം ജന്മം എടുക്കേണ്ടി വന്നാലും എനിക്കത് ബാധകമല്ല. പക്ഷെ എന്താണ്, അഹേതുകി ഭക്തി, അതായത് ഭഗവാനിലുള്ള അഹേതുകമായ ഭക്തി വേണമെന്ന് മാത്രം. ന ജനം ന ധനം ന സുന്ദരീം കവിതാം വാം ജഗദീശ കാമയേ മമ ജന്മനി ഈശ്വരേ ഭവതാത് ഭക്തിർ അഹൈതുകി ത്വയി. അപ്പൊ അവിടുത്തെ പാദങ്ങളിലേക്കുള്ള ഭക്തി വേണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ന ധനം ന ജനം ന സുന്ദരീം കവിതാം വാം ജഗദീശ കാമയേ. അപ്പൊ ജന്മനി ഈശ്വരി, അപ്പോഴേ ധർമ്മ അർത്ഥ കാമ മോക്ഷ ഇതൊന്നും വേണം എന്ന് ഞാൻ ചൈതന്യ മഹാപ്രഭു ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇവിടെ കാണിച്ച ഭക്തന്മാരുടെ എല്ലാം എക്സാമ്പിൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങും അവിടെ ഭൗതികപരമായ ഒരു ആസക്തിയെക്കുറിച്ചും ഭൗതികപരമായ ഒരു കാര്യങ്ങളെക്കുറിച്ചും പറയുന്നതായിട്ട് കാണുന്നില്ല. അവിടെ എല്ലാം അവർ ആവശ്യപ്പെടുന്നത് ഭക്തി മാത്രമാണ്, ഭക്തിയുടെ സേവനം മാത്രമാണ് അവരെല്ലാവരും ആഗ്രഹിച്ചത് എന്നാണ്. അവരെല്ലാം ആഗ്രഹിച്ചതും അതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും പാദങ്ങൾ പിന്തുടരുന്ന നമ്മളും അത് തന്നെ ആഗ്രഹിക്കേണ്ടത്. മറ്റു കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മൾ, മറിച്ച് ഭൗതികപരമായ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അവിടെ ആധ്യാത്മികമായ നമ്മുടെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ കോൺഷ്യസ്നെസ് മൂവ്മെന്റ്, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ നിന്ന് മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ദ ഹയസ്റ്റ് ലെവൽ, അല്ലെങ്കിൽ ദ ഹയസ്റ്റ് ലെവൽ, നമ്മളെല്ലാവരും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം നമ്മൾ കൃഷ്ണ കോൺഷ്യസ്നെസ് വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുപക്ഷെ അട്രാക്ട് ആകപ്പെട്ടത്, അല്ലെങ്കിൽ ഇവൻ നമ്മൾ പ്രീച്ചിങ്ങിൽ നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ നമ്മളെല്ലാവരോടും പറയുന്നത് നമുക്ക് മനുഷ്യജന്മം എന്ന് പറയുന്നത് മോക്ഷമാണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്, ഇതിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മളിതിൽ വന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ എത്തിക്കുമ്പോൾ, റിയൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭക്തി, മുക്തി എന്ന് പറയുന്നത് ഒന്നുമില്ല. നമ്മളെല്ലാവരുടെയും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷ്ണപ്രേമമാണ്. അവിടെ മുക്തി ഇവൻ നമ്മളുടെ ആരാണ് ഗുരുവായൂരെ ഭക്തനാരായിരുന്നു വൃന്ദാവനത്തിൽ പോയത്? വില്യമംഗലം ഠാക്കൂർ. യെസ്, കറക്റ്റ്. താങ്ക് യു സോ മച്ച് മാധവി. വില്യമംഗൽ ഠാക്കൂർ പോലും പ്രാർത്ഥിച്ചത് എന്താണ്? മുക്തി ദേവി വന്ന് എൻ്റെ ഡോറിൽ വന്ന് നോക്ക് ചെയ്യുകയാണ്, എന്നെ സ്വീകരിക്കൂ. ഞാനത് വേണ്ട എന്ന് പറയുന്നു എന്നാണ്. മുക്തിയെ പോലും നമ്മൾ വേണ്ടാന്ന് വെക്കുക. കാരണം മുക്തിയിൽ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് മുക്തി ആവശ്യമില്ല എന്ന് പറയാൻ കാരണം ആർക്കെങ്കിലും പറയാമോ? എന്തുകൊണ്ടാണ് നമ്മൾ മുക്തി വേണ്ട എന്ന് ആഗ്രഹിക്കാൻ കാരണം? ഇവൻ മുക്തി പോലും ആഗ്രഹിക്കാത്തതിന് കാരണം എന്താണ്? ആർക്കെങ്കിലും പറയാമോ? മുക്തിയേക്കാൾ തീർച്ചയായിട്ടും മുകളിലാണ് കൃഷ്ണപ്രേമം, കൃഷ്ണ ഭക്തി. പക്ഷെ എന്തുകൊണ്ടാണ് മുക്തി പോലും നമ്മൾക്ക് വേണ്ട എന്ന് പറയാൻ കാരണം? ഭഗവത് സേവനത്തിൽ ഏർപ്പെടണം എന്നുള്ളതുകൊണ്ടാണ്. ഭഗവത് സേവനത്തിൽ ഏർപ്പെടണം, ശരി, അത് കറക്റ്റ് ആണ്. പക്ഷെ എന്നാലും മുക്തി കിട്ടിയാൽ വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. സമയം കഴിയുമ്പോ മുക്തി കിട്ടിയാൽ വീണ്ടും ജന്മം, മുക്തി കിട്ടിക്കഴിഞ്ഞാൽ മുക്തിയായി, പിന്നെ ജന്മം എടുക്കേണ്ട. അത് ആ സ്റ്റാറ്റസിനെയാണല്ലോ മുക്തി എന്ന് പറയുന്നത്. ഒരിക്കലും ഇല്ല, അതല്ല. അതായത് സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുക്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് എന്താ ചെയ്യേണ്ടത്? കിടന്നുറങ്ങുവാണോ? മുക്തി കിട്ടിക്കഴിഞ്ഞാൽ, സപ്പോസ് നമുക്ക് മുക്തി ലഭിച്ചു എന്ന് വിചാരിക്കാം. മുക്തി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭഗവത് ധാമിൽ ചെന്നു, വൈകുണ്ഠ ലോകത്തിൽ ചെന്നു, അല്ലെങ്കിൽ കൃഷ്ണലോകത്തിൽ ചെന്നു, ഗോലോക വൃന്ദാവനത്തിൽ നമ്മൾ ചെന്നു. നമ്മൾ എന്ത് ചെയ്യും? ഭഗവത് സേവനം ചെയ്യണം. കറക്റ്റ്, ഭഗവത് സേവനം ചെയ്യും. സോ നമ്മൾ അവിടെ ചെന്നാലും ഭഗവത് സേവനം ചെയ്യുന്നു, നമ്മൾ ഇവിടെ ഇരുന്നാലും നമ്മൾ ഭഗവത് സേവനം ചെയ്യുന്നു. സോ ദർ ഇസ് നോ ഡിഫറൻസ്. ഒരു ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡിവോഷണൽ സർവീസിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഐദർ ബീയിങ് ഹിയർ ഓർ ഇൻ നരക ഓർ സം അതർ വേൾഡ്
or some other loka or some other or in Goloka Vrindavana. There's no difference. ഒരു ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ എവിടെയാണ് എങ്കിലും അവർ ചെയ്യുന്നത് ഭക്തിയുത സേവനമാണ്. ചാൻറ്റിങ്, ഡൂയിങ് ഡിവോഷണൽ സർവീസ്, serving the Lord, serving the devotees of the Lord. That's it. അപ്പോ അതാണ് പറയുന്നത്, ആചാര്യന്മാർ പറയുന്നത്, there is no difference between സാധന ആൻഡ് സാധ്യ. എന്താണ് സാധനയും സാധ്യയും എന്ന് പറഞ്ഞാൽ? സാധന എന്ന് പറഞ്ഞാൽ ഡിവോഷണൽ സർവീസ് ഇൻ പ്രാക്ടീസ്. സാധന ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ബൈ ഡൂയിങ് ഡിവോഷണൽ സർവീസ്. അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഡിഫറൻസ്. അപ്പം നമ്മൾ അൾട്ടിമേറ്റ് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇതേ കാര്യം തന്നെയാണ്. സോ ദെൻ there is no difference. We don't mind being anywhere. അതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, നജനം നധനം നസുന്ദരീം കവിതാം വാം ജഗദീശ കാമയെ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിരഹൈ. സോ എത്ര പ്രാവശ്യം ജന്മം എടുക്കേണ്ടി വന്നാലും, എവിടെ ജന്മം എടുക്കേണ്ടി വന്നാലും, I don't mind, but only one condition. Bhavatat bhaktir ahaituki tvai. I am just requesting you to engage me in your devotional service continuously. അതായിരിക്കണം നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അതുകൊണ്ടാണ് ഒരു ഡിവോട്ടിയും മുക്തി ആഗ്രഹിക്കാത്തത്. കാരണം അതന്നെ ശില പ്രഭുപാദ് പല സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയാം, ശില പ്രഭുപാദ് പറയുന്നത് ഇവിടെ തന്നെ മുക്തി ലഭിക്കുന്നു എന്ന്. ഡിവോട്ടീസിന് ഈ ഭൗതിക ലോകത്തിൽ തന്നെ മുക്തി ലഭിക്കുന്നു എന്ന് ശില പ്രഭുപാദ് പറയാൻ കാരണം എന്താണ്? Because he is a liberated soul. He is doing the same service what he is supposed to do in Goloka Vrindavana. So that is why we are liberated here itself. We means the people who are in the real devotional service. They're completely dedicated ആയിട്ട് പൂർണ്ണമായ ഭക്തി ചെയ്യുന്ന വ്യക്തികൾ, they are already liberated in this world itself. Hare Krishna. Thank you so much. Chaitanya Charitamrita ki jai. Shri Shri Chaitanya Mahaprabhu ki jai. പ്രഭുജി, ഹരേഷ്ണ പ്രഭുജി, മുക്തി കിട്ടിയിട്ട് നമ്മൾ ഗോലോകത്ത് ചെല്ലുവാണെങ്കിലേ അവിടെ വെച്ച് ഭഗവാനെ കണ്ടുകൊണ്ട് സേവ ചെയ്യാലോ? നാമചിന്താമണി കൃഷ്ണ ചൈതന്യരസ വിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമനാമിനോ. We are seeing Krishna even now. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ കൃഷ്ണ ഈസ് there. നമ്മള് നമ്മുടെ ഭൗതികപരമായ കണ്ണുകൾ കൊണ്ട് കാണുന്നില്ലെന്ന് മാത്രം. If you have a devotional eye, you can see the Lord. ആ ഡിവോഷണൽ ഐയിൽ കൂടി, അതായത് ഭക്തി നിർഭരമായ കണ്ണുകളിൽ കൂടി ഇവിടെ വെച്ച് ഭഗവാനെ കാണാൻ സാധിക്കാത്തവർക്ക് അവിടെ ചെന്നാലും ഭഗവാനെ കാണാൻ സാധിക്കില്ല. ഇനി അവിടെ പോകാനേ പറ്റില്ല. ദാറ്റ്സ് ഡിഫറെന്റ്. സോ ആദ്യം we should try, or we should be able to see Krishna in his name. ഭഗവാന്റെ നാമം എന്ന് പറഞ്ഞാൽ അഭിന്നത്വം നാമനാമനോ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? He is not different. His name is there. The Lord is there in the name. അപ്പൊ നമുക്ക് ആ ഭഗവാന്റെ നാമത്തിൽ ഭഗവാനെ കാണാനുള്ള കപ്പാസിറ്റി നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ഇല്ല എങ്കിൽ ഡോണ്ട് എക്സ്പെക്ട് ബി ടു ബി there. നമുക്ക് ഒരിക്കലും അവിടെ ചെല്ലാൻ സാധിക്കില്ല. Krishna is there in the name. Not that Krishna is there in the name. Krishna is name. ഭഗവാന്റെ നാമവും തമ്മിലൊന്നുമില്ല. ഭഗവാൻ കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ is there. Krishna is that. അപ്പൊ ആ ഒരു റിയലൈസേഷൻ നമുക്ക് ഉണ്ടാവണം. ആ റിയലൈസേഷൻ ഉണ്ടാകുകയാണ് നമ്മുടെ ലക്ഷ്യം. ആ റിയലൈസേഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ we'll get entry there. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ പ്രഭു. ഹരീഷ്ണ, അങ്ങനെ ആർക്കും കിട്ടുമോ പ്രഭുജി? അങ്ങനെ ആർക്കും കിട്ടുമോ? ആ സംശയം ആദ്യം മാറ്റുക മനസ്സിൽ നിന്ന്. Just remove that doubt from the mind. ഭഗവാന്റെ ആ റിയലൈസേഷൻ കിട്ടാതിരിക്കാൻ കാരണം എത്രയോ ആചാര്യന്മാർ, ചൈതന്യ മഹാപ്രഭു കൃഷ്ണ എന്ന് പറയുമ്പോൾ തന്നെ, രാധേ എന്ന് പറയുമ്പോൾ തന്നെ ബോധം കെട്ട് താഴെ വീഴുന്നു. ജഗന്നാഥിനെ കാണുമ്പോഴേ ബോധം കെട്ട് താഴെ. ബോധം മീൻസ് ലൈക്ക് എക്സ്റ്റാറ്റിക് സ്റ്റേജിലേക്ക് അദ്ദേഹം മാറുന്നു. നമ്മൾ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പാലിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ സ്റ്റേജിൽ എത്താൻ സാധിക്കും. ചൈതന്യ മഹാപ്രഭു ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, ഒരു 2 minutes എടുക്കുകയാണ്. ചൈതന്യ മഹാപ്രഭുവിനെ ഇതിനെക്കുറിച്ച് 5 ഭാവത്തിൽ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ അറിയാൻ സാധിക്കും. 5. ഓക്കെ, അത് കുറച്ച് ഇലാബറേറ്റ് ആണ്.
ഐ നീഡ് 10-15 minutes or more. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ സോറി ഗൗരമണി മാതാജി ഗൗരപ്രിയ സച്ചി മാതാജി സോറി മാതാജി, അടുത്ത ആഴ്ച മാതി ഇടയ്ക്ക് എന്റെ നമ്പർ ഉണ്ടെങ്കിൽ മാതി എനിക്കൊരു മെസ്സേജ് ഒന്ന് അയച്ചോളൂ. ഞാൻ ഇത് രണ്ടും അടുത്ത ആഴ്ച ഡെഫിനറ്റ്ലി ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, മാതി പറഞ്ഞ ചണ്ഡീദാസിന്റെ കഥയും ഈ പറഞ്ഞ 5 മെത്തേഡ്സ് ഹൗ വി ക്യാൻ റിയലൈസ് ചൈതന്യ മഹാപ്രഭു, പല രീതിയിൽ നമുക്ക് അദ്ദേഹത്തിനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ള അത് ദിസ് വിൽ ക്ലിയർ ലീല മാതാജീസ് ആൻസർ ഓഫ് ക്വസ്റ്റ്യൻ ഓൾസോ. സോ അപ്പം നമുക്ക് അത് രണ്ടും ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ മാതാജി? ഓക്കെ മാതാജി. ഓക്കെ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ശ്രീ ചൈതന്യ മഹാപ്രഭു കി ജയ്. വേറൊരു സംശയം കൂടിയുണ്ട്. മാതാജി, ബ്രഹ്മാവിന്റെ വിഷമം മനസ്സിലാക്കിയിട്ട് ഭഗവാൻ നീലമാധവനായി കുന്നിൽ ജനിച്ചു എന്ന് പറഞ്ഞു, അത് ചൈതന്യ മഹാപ്രഭുവാണോ അതോ ഭഗവാൻ കൃഷ്ണൻ? ബ്രഹ്മദേവന് മനസ്സിൽ വിഷമം ഉണ്ടായിട്ട് മഹാവിഷ്ണുവിനെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ മഹാവിഷ്ണു ബ്രഹ്മദേവന് കൊടുത്ത പ്രോമിസ് നീല സാഗരത്തിന് തടത്തിൽ അല്ലെങ്കിൽ അതിന്റെ തീരത്ത് നീലാചല പർവ്വതത്തിന് മുകളിൽ നീലമാധവനായിട്ട് വന്നത് ജഗന്നാഥ ബലദേവ് സുഭദ്രമ്മയാണ്. ജഗന്നാഥനാണ്. അതാണ് ജഗന്നാഥ് പുരി ക്ഷേത്രം. ശരി പ്രഭു. ഹരേ കൃഷ്ണ. അദ്ദേഹം മെർസി ആണ്. ഇത് മഹാവിഷ്ണു ബ്രഹ്മദേവന് കൊടുത്ത വരമാണ്. അതുകൊണ്ട് ഐ വിൽ ബി സോ മെർസിഫുൾ. ആരവിടെ വന്ന് ശംഖ ക്ഷേത്രം എന്നും അതിന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ജഗന്നാഥ് പുരി ഇരിക്കുന്ന ക്ഷേത്രത്തിന്റെ പേര് ശംഖക്ഷേത്രം എന്നാണ്. ആ ശംഖക്ഷേത്രത്തിൽ ആര് ചെന്നാലും ഹി ഗെറ്റ്സ് ലിബറേഷൻ. എങ്ങനെയാണോ നീലമാധവ സ്റ്റോറിയിൽ വരുന്ന അവിടെ വെച്ച് ആ കാക്കയ്ക്ക് മോക്ഷം കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ശംഖക്ഷേത്രത്തിന്റെ ഏരിയയിൽ ആര് ചെന്നാലും ഹീസ് ലിബറേറ്റഡ് എന്നാണ് പറയുന്നത്, എന്നാണ് ശാസ്ത്രം. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി എന്താ പറയാ? ഹരേ കൃഷ്ണ. ഉണ്ട് പ്രഭു. എന്താ ഇതിൽ പറയാമായിരുന്നോ അതോ ക്ലിയർ? ക്ലോസ് ചെയ്യാം പ്രഭു. വേറൊന്നുമില്ല. താങ്ക് യു സോ മച്ച്. സോ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യാൻ തീർച്ചയായിട്ടും ഐ കീപ് എ നോട്ട് ഓഫ് ദിസ് ആൻഡ് അടുത്ത ക്ലാസ്സിൽ ഇത് രണ്ടും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.